ഒപ്പം കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റു കാഴ്ചകളിലേക്ക് പോകുമ്പോൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയിൽ താരങ്ങളായി മാറിയ ഒരു അഡാർ ടീമുണ്ട്. ഇവരുടെ കയ്യിൽ ഉള്ളത് നിസാര സംഭവമൊന്നുമല്ല. കൈയും മെയ്യും മറന്നുള്ള ഇവരുടെ പ്രകടനം കണ്ടാൽ ആരും വായും പൊളിച്ച് നോക്കി നിൽക്കും. സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്റെ പുറകെ നിൽക്കുന്ന ഈ ടീമാണ്, ടീം പൂജപ്പുര. ഇവരുടെ റോളർ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനങ്ങൾ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായി മാറുകയും ചെയ്തു. ഇവരൊക്കെ ഈ പിള്ളേരെയൊക്കെ പരിശീലിപ്പിക്കുന്ന സന്തോഷ് കുമാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. ആദ്യം തന്നെ എങ്ങനെയാണ് ഇവർ ഒരുമിപ്പിച്ചെടുത്തത്? ഈ ഘോഷയാത്രയുടെ ഐഡിയ എങ്ങനെയാണ്? ഇവരുടെയൊക്കെ കഴിവ് കണ്ടിട്ട് സത്യം, പ്രത്യേകിച്ച് ആ റോഡിലൊക്കെ ഇറങ്ങി കണ്ടപ്പോൾ നമ്മൾ നെഞ്ചങ്ങനെ ഇടിച്ചുപോയി. നമുക്ക് അങ്ങനെ പരിചിതമല്ലേ ഇവരെ കാണുമ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കോച്ചിങ് പ്രോസസ്സ്, ട്രെയിനിങ് എല്ലാം? അതായത് ഇതിനകത്ത് ഞങ്ങളുടെ ടീം പൂജപ്പുര എന്ന് പറഞ്ഞൊരു ടീമാണ്. അതിൻ്റെ കോച്ചാണ്. പിന്നെ കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ ടെക്നിക്കൽ കൺവീനർ കൂടിയാണ് ഞാൻ. അതിൻ്റെ കോച്ചുമാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞു. പല സ്കൂളിലുള്ള കുട്ടികളാണ്. ഇതിന് ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെല്ലാം മെഡൽ നേടിയ പല കുട്ടികളുമുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. പല സ്കൂളിൽ നിന്നും വന്ന് മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിച്ച കുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായി ഞങ്ങൾ വന്നത്. എനിക്കറിയാം, ഞാൻ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണേടാ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ പല സ്കൂളുകളിൽ നിന്നാണ് പറയുന്നു. അപ്പം ഇവരെ ഒരുമിപ്പിച്ചെടുക്കുക, ഇവരെ ഒരുമിച്ച് ട്രെയിൻ ചെയ്യിക്കുക, ഇതിൻ്റെ പ്രോസസ്സിങ്? അത് ഞങ്ങളുടെ പൂജപ്പുരയിലാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. പൂജപ്പുര എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമാണ്. തിരുവനന്തപുരത്തിലെയും ഏറ്റവും നല്ല മെഡൽ കിട്ടുന്ന ഒരു ടീമാണ്. അവർ പൂജപ്പുര വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 20-25 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ചെയർമാനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേരുടെ ആരും ഇവിടെ സംസാരിക്കുക, ഒരാൾ വോളണ്ടറിലി സംസാരിക്കുമല്ലോ. എന്താ പേരെന്താ? തേജസ്. തേജസ്, എങ്ങനെയാണ് നിങ്ങൾ മൊത്തത്തിലൊരു ടീമിന്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്ന് പറയും? നല്ലതാണ്. ഗുഡ് കോച്ചിങ്സ്. അല്ല, ഇതിന് വേണ്ടിയിട്ട് മാത്രം ട്രെയിൻ ചെയ്തോ ഈ ഘോഷയാത്രയുടെ പ്രോഗ്രാമിന്? അങ്ങനെയല്ല, അല്ല, സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഏതൊക്കെ സ്കൂളിലാണ്? ഞാൻ കുറച്ച് പേരുടെ മാത്രം ചോദിക്കാം. സ്ത്രീകളും കൂടെ മുന്നോട്ട് വാ. എന്താ പേരെന്താണ്? നേഹ. എവിടെയാ പഠിക്കുന്നത്? കോട്ടൺ ഹില്ല്. അപ്പൊ ഇതിലേക്ക് വന്നതിന്റെ ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് റോളർ സ്കേറ്റിംഗ്? ഞാൻ 3.5 വയസ്സ് തൊട്ട് ഇത് പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് പ്രൊഫഷനായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അല്ലാതെ ഇതിന് മാത്രമായിട്ടല്ല, ഫുള്ളോടെ കോച്ചിങ് ചെയ്യുന്നതാണ്. സന്തോഷ്, ഇത് എത്ര വയസ്സ് തൊട്ടുള്ള പിള്ളേർക്ക്? 2 വയസ്സ് മുതൽ സ്കേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വയസ്സിന് വേണമെങ്കിലും സ്കേറ്റ് ചെയ്യാം. 2.5 വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും. നിങ്ങളുടെ ടീമിൽ എത്ര വയസ്സ് തൊട്ടുള്ള ആളുകൾ? 2.5 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്. അതെ. ഞാൻ ചോദിക്കുന്ന ഓരോ പ്രായം അനുസരിച്ച് ഇവർക്ക് കൊടുക്കുന്ന കോച്ചിങ്ങും കാര്യങ്ങൾക്കും അനുസരിച്ചുള്ള എങ്ങനെയാണ്? അതെ. അതായത് നമ്മൾ ഇവരെല്ലാവരും ചെയ്യുന്നത് സ്പീഡ് സ്കേറ്റിംഗ് ആണ്. സ്പീഡ് റോഡും റിങ്ക് റേസുമാണ് ചെയ്യുന്നത്. അതിൽ ഇവർ സ്പീഡും റോഡും റിങ്കും ചെയ്യുന്നതിൽ മിടുക്കന്മാരായുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓരോ ഏജ് ഗ്രൂപ്പുണ്ട്. ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് മത്സരത്തിനിറക്കും. അങ്ങനെ മത്സരത്തിനിറക്കി ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ മെഡലും ചാമ്പ്യന്മാരും ആയവരാണ് നിൽക്കുന്നവർ. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, കാരണം ഞാൻ ബൈറ്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വേദനിക്കുന്ന പോലെ എനിക്ക് ചോദിച്ചു. അമ്മേനൊന്ന് വിളിച്ചില്ലേ? സത്യം പറ, എന്തോ പെട്ടെന്ന് വേദനിച്ച പോലെ? പേരെന്താ? വൈഷ്ണവ്. ഇതിന്റെ പിന്നിൽ റോളർ സ്കേറ്റിംഗിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിന് എങ്ങനെയാ വന്നത് ഈ ആഗ്രഹം? ഞാൻ ആദ്യമായിട്ട് റോഡിൽ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്ന കണ്ട അപ്പൊ തൊട്ട് എനിക്ക് ചേരണമെന്നും ആഗ്രഹം. എനിക്കിപ്പോ 11 വയസ്സ്. നീ എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? ഇത് ആഗ്രഹം തുടങ്ങുന്നത് എപ്പോഴാണ്? സ്കേറ്റിംഗ് തുടങ്ങുന്നത്? ഞാൻ 5 വയസ്സ് തൊട്ട്. 5 വയസ്സ് തൊട്ട് തുടങ്ങുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ശിവൻകുട്ടി സാർ തന്നെ വരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം തന്നെയാണ് ചെയർമാൻ. നിങ്ങളുണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? അതായത് ഞങ്ങൾക്ക് ഒരു 20 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അക്കാഡമിയുടെ, കേരള റോളർ സ്കേറ്റിംഗ് അക്കാഡമിയുടെ ചെയർമാനാണ്. അദ്ദേഹം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ റിങ്ക് ചെയ്യുന്നത്. അദ്ദേഹം മേയറായിരുന്ന സമയത്തും നമ്മുടെ അക്കാഡമിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടീം പൂജപ്പുര ആൾ ഓവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റിംഗ് ടീമായിരുന്നു ഇവര്. ഞാൻ 3, 2, 1 പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹേന്ന് വിളിക്കണം. ഉറക്കെ, നിങ്ങൾ ഏറ്റവും വലിയ ശബ്ദത്തിൽ. ഇത്രയും എനർജി നിങ്ങൾ എവിടെ കാണിച്ചോ അതിനേക്കാൾ എനർജി എനിക്ക് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഒരുമിച്ച്
3, 2, 1. ക്യാമറമാൻ അനുശ്രീക്കൊപ്പം ഹരികൃഷ്ണൻ, News 18 കേരള.